ഹായ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. കല്യാണം നാട്ടിലാണ്, മുക്കത്ത്. നമ്മളെ വാപ്പാൻ്റെ അനിയൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ മാറ്റി ഒരുങ്ങി നമ്മളെ കുട്ടൂസ് ജീപ്പിൽ തന്നെയാണ് കേട്ടോ പോണത്. ഇന്നലെ പോയിട്ടില്ലേനു, കുട്ടികൾക്ക് മദ്രസ ഉള്ളത് കൊണ്ട് തന്നെ നിച്ചോളൊന്നും വരുന്നില്ല, മദ്രസ ലീവാക്കിയിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ തലേന്ന് തന്നെ അവിടെ പോയി നിൽക്കലൊന്നും ശരിയാവില്ല. നമ്മളെ നാച്ചിക്കുട്ടനെയും നാഫിനെയും കൊണ്ടൊന്നും എന്തായാലും നടക്കില്ല. അതിനെ കൊണ്ട് പരമാവധി പരിപാടിയുള്ള അന്ന് തന്നെയാണ് കേട്ടോ പോവൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോൾ അവർ ചോറ് കഴിക്കുന്നതിൻ്റെതായ ഒരു സമയത്തൊക്കെ തന്നെയാണ് എത്തിയത്. നേരെ പോയി ചെക്കനെയും പെണ്ണിനെയൊക്കെ ഒന്ന് കണ്ട് പിന്നെ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതേനു. അപ്പോൾ നല്ല ബീഫ് ബിരിയാണി ഉണ്ടായിന് കേട്ടോ. പിന്നെ മന്തിയും ഉണ്ടായിനു. പലതരം ജ്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. ഒന്നിനും ഒരു കുറവില്ലായിരുന്നേ. പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ സ്റ്റേജിൻ്റെ മുന്നിലേക്ക് വന്നതാണ്. അവിടെ മഹർ കിട്ടുന്ന ആ ഒരു ടൈമും ഫോട്ടോ എടുക്കലും കയ്യടിയും ഒക്കെ നല്ല ഉഷാറായിട്ടുള്ള കല്യാണം തന്നെയായിരുന്നു കേട്ടോ. കുട്ടികൾസിൻ്റെ വകത എല്ലാവരും ആ സ്റ്റേജിൽ കണ്ട പൂവൊക്കെ പറിച്ചെടുത്തി ഓരോ അയിലയിലേക്ക് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ ഞങ്ങൾ അവിടെ അതൊക്കെ നോക്കിയിരുന്ന് ഫോട്ടോസൊക്കെ നമ്മളും കയറി എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാലമായി എല്ലാവരെയും കണ്ട്, അപ്പോൾ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ടുണ്ട്. നാച്ചിയും ആദും എല്ലാവരും അയിലയിലയും നടക്കുന്നുണ്ട്. അവിടെ ചെക്കൻ്റെ പെണ്ണിൻ്റെ ഭയങ്കര തകൃതമായ ഫോട്ടോ എടുക്കലും ഗിഫ്റ്റ് കൊടുക്കലും പിന്നെ ഫോട്ടോൻ്റെ പോസിങ്ങും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ അതും കണ്ട് നമ്മളങ്ങനെ ഇരുന്നു. നമ്മളെ കാലത്തൊന്നും ഇങ്ങനെയല്ലേ ഇനല്ലോ കല്യാണം. അപ്പോൾ അതങ്ങനെ നോക്കിയിരുന്നതാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഓഡിറ്റോറിയത്തിലേനു കല്യാണം. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അവിടെ നിൽക്കേണ്ട ഇതൊന്നും വന്നിട്ടില്ലേനു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എന്തായാലും കോഴിക്കോട് വന്നതല്ലേ, എന്തായാലും ബീച്ചിലൊന്ന് പോയി കുട്ടികളെയും കൊണ്ടൊക്കെ ഒന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. മക്കൾക്ക് പിന്നെ മെയിനായിട്ട് ബീച്ചിൽ കൊണ്ടുപോകുമോ എന്നുള്ള ചോദ്യം വരുമ്പോൾ തന്നെ ഉണ്ടായിനേ. അതിനെക്കൊണ്ട് ഞങ്ങൾ നേരെ അവിടുന്ന് പോയത് ബീച്ചിലേക്കാണ്. അതിന് കുറേ സമയം മക്കളെയും കൊണ്ട് അവിടെ നിന്നു കേട്ടോ. ഏട്ടൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കുട്ടികളെല്ലാം കൂടെ. ചെറിയേറ്റിങ്ങളുള്ളതും കൊണ്ട് പിന്നെ ഏട്ടൻ തന്നെയാണ് കേട്ടോ ഓരെ നോക്കിയിട്ടുണ്ടായിരുന്നത്. വെള്ളം കാണുമ്പോൾ നല്ല കളിയാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി പോയിട്ട് വെച്ചുണ്ടാക്കി തിന്നാനുള്ള സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഹോട്ടലിൽ കയറി നല്ല ചിക്കൻ്റെ മന്തിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പുരയിലെത്തുമ്പോൾ തന്നെ നല്ല നേരമായിട്ടുണ്ടായിന് കേട്ടോ. കറക്റ്റ് 1 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ നല്ല ഒരു ദിവസമാണെങ്കിലും മാക്സിമം എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് പോന്നു കേട്ടോ.